അരൂർ പാതയിൽ വീണ്ടും KSRTC ബസ് കുഴിയിൽ വീണു. പത്തനംതിട്ട കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കുഴിയിൽ വീണത്. ബസ് ഉയർത്താൻ കഴിഞ്ഞില്ല. അതോടെ യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. മനീഷ് മൊഹിവാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. മനീഷ്, പറയൂ. ഈ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന റോഡിലെ ദുർഘടമായ യാത്ര വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഹൈക്കോടതി അടക്കം ഇടപെട്ടിരുന്നു ഈ വിഷയത്തിൽ. ഇപ്പോൾ നിരന്തരമായുള്ള കാഴ്ചയാണ് ഇവിടെ പൊതുഗതാഗത വാഹനങ്ങൾ, ഈ KSRTC വാഹനം നിരന്തരമായി ഇവിടെ കുഴിയിൽപ്പെടുക, പിന്നീട് അത് ഉയർത്താൻ സാധിക്കാതെ വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവുക, യാത്രക്കാരൊക്കെ തന്നെ പിന്നീട് മറ്റു വാഹനത്തിൽ കയറി പോകേണ്ട സ്ഥിതി ഉണ്ടാകുക. ഇന്ന് രാവിലെ 7:30 അരൂർ പെട്രോൾ പമ്പിന് മുൻപിലാണ് ഈ രീതിയിൽ വലിയൊരു ഗർത്തത്തിൽ ഈ വാഹനം, KSRTC വാഹനം പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് കുഴിയിൽ വീണത്. ഏറെ നേരം കൊണ്ട് ഉയർത്താൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് പിന്നീട് പുറകെ വന്ന കോയമ്പത്തൂർ ബസ്സിലാണ് യാത്രക്കാർ കയറിപ്പോയത്. ഏകദേശം 60ഓളം യാത്രക്കാർ ഈ ബസ്സിലുണ്ടായിരുന്നു. ആ യാത്രക്കാരെല്ലാം മറ്റൊരു ബസ്സിൽ കയറിപ്പോയി. ഇപ്പോഴും ആ ബസ് ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അമിക്കസ് ക്യൂറി അടക്കം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത് ഈ വഴിയുള്ള ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ ദേശീയപാത അതോറിറ്റി അടക്കം അവർക്ക് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി അറിയിച്ചു. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കം വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഗതാഗത ക്രമീകരണം നിലവിൽ ഏർപ്പെടുത്തുന്നുണ്ട്. ഹെവി വാഹനങ്ങൾ ഈ റോഡ് വഴി കടത്തി വിടുന്നില്ല എങ്കിലും KSRTC ബസ്സുകൾ ഈ വഴി പോകുന്നുണ്ട്. മാക്കേക്കടവ് ഒപ്പം തന്നെ തീരദേശ പാതയിലോടുകൂടിയാണ് മറ്റ് വലിയ ഹെവി വാഹനങ്ങൾ കടന്നു പോകുന്നത്. നിലവിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഈ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കുഴി വന്ന ഭാഗങ്ങളിൽ ടാർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും പറയുന്നത്. അതുകൊണ്ട് മഴ മാറി നിൽക്കുന്ന സമയങ്ങൾ, ഒപ്പം തന്നെ ശനി ഞായർ ദിവസങ്ങൾ, തിരക്കൊഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കുഴി ടാറ് വെച്ച് ഈ കുഴി വന്ന സ്ഥലങ്ങൾ അത് നികത്തുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. എന്താണെങ്കിലും മനീഷ് മൊഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. ഈ അരൂർ തുറവൂർ ഭാഗത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഹൈവേ നിർമ്മാണം നടത്തുകയാണ്. എലിവേറ്റഡ് പാതയാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. വിദേശ നാടുകളിലൊക്കെ സംഭവിക്കുന്നത് പോലെ എന്തുകൊണ്ട് ആളുകൾ അറിയാതെ ഈ റോഡ് പണി നടത്താൻ കഴിയുന്നില്ല എന്നത് കോടതി പോലും ചോദിച്ച ചോദ്യമാണ്. വേണ്ടത്ര മുൻകരുതലുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചില്ല എന്നാണ്. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വണ്ടികളൊക്കെ പോകുന്ന ആളുകൾ ഒരു കഠിന പ്രയത്നത്തിലൂടെയാണ് അതുവഴി കടന്നു പോകുന്നത്. കൊച്ചിയിലെ ആലപ്പുഴയിലെ അരൂർ തുറവൂർ റോഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.